ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച തികച്ചും ആശങ്ക നിറഞ്ഞ ഒരു തുടക്കമാണ് മാർക്കറ്റിലുണ്ടായത്. US-ന്റെ ആ ഒരു താരിഫ് നയം സൃഷ്ടിച്ചിട്ടുള്ള അനിശ്ചിതത്വം നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ചൈന തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചൈനയുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അനൗൺസ് ചെയ്തത് അമേരിക്കക്കെതിരെ 34% ഒരു അഡീഷണൽ താരിഫാണ്. അത് ഏപ്രിൽ 10 എഫക്റ്റീവ് ആവും എന്നും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ താരിഫ് 9-ാം തീയതിയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചൈനയും അവരുടെ താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ട്രംപ് ജനുവരിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 2 പ്രാവശ്യം ചൈനയുടെ മേൽ 10% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിലവിൽ ഓൾറെഡി 20% താരിഫ് ചൈനയുടെ മേൽ നിലനിൽക്കുന്നുണ്ട്. അത് ഫെബ്രുവരിയിലും മാർച്ചിലുമാണ് ഈ 10% വീതമുള്ള ഈ ഒരു താരിഫ് ആദ്യം ഏർപ്പെടുത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ റെസിപ്രോക്കൽ താരിഫ് എല്ലാ രാജ്യങ്ങളുടെ മേലെ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് 34% അഡീഷണൽ താരിഫ് ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചൈനയുടെ മേൽ ഓവറോൾ 54% ഒരു താരിഫാണ് മൊത്തത്തിൽ അമേരിക്ക ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അമേരിക്ക ഈ ഒരു താരിഫ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ട്രേഡ് ഡെഫിസിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചൈനയുമായിട്ടാണ് നല്ല ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ ഏകദേശം അതേപോലെ തന്നെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് യൂറോപ്യൻ യൂണിയനുമായിട്ടും ഉണ്ട്. പക്ഷെ അവിടെ 20% താരിഫ് മാത്രമേ ഓവറോൾ ഉള്ളൂ. എന്നാൽ ചൈനയിൽ അത് 54% ആണ് ഫലത്തിലുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം റെസിപ്രോക്കൽ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത് ചൈനയുടെ മേലാണ്. അപ്പോൾ ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരെ അത് പ്രകോപിതരാക്കിയിട്ടുണ്ട്. തിരിച്ചടിയായിട്ട് 34% റിറ്റാലിയേറ്ററി താരിഫ് അനൗൺസ് ചെയ്യുമ്പോൾ ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ പറഞ്ഞത് US-ന്റെ ഈ ഒരു നടപടി അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണെന്നും ചൈനയുടെ അവകാശങ്ങൾക്കും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും നേരെയുള്ള ഏകപക്ഷീയമായൊരു കടന്നാക്രമണമാണ് അമേരിക്ക നടത്തുന്നത് എന്നുമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു ടെൻഷനാണ് ലോകത്തിലെ ഈ 2 ടോപ്പ് 2 എക്കണോമീസ് തമ്മിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ തർക്കങ്ങളിലേക്കും അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ റിസഷനിലേക്കും പോകുമോ എന്നുള്ള ഭയം ഗ്ലോബലി എല്ലാവരെയും പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഈ ഒരു ചൈനയുടെ നോൺ കോംപ്രമൈസിങ് ആക്ഷൻ കാരണം അമേരിക്കൻ വിപണിയിൽ 2ാമത്തെ സ്ട്രൈറ്റ് സെഷനിലാണ് വലിയ മാസീവായിട്ടുള്ള ഫോള് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൗ ജോൺസ് കഴിഞ്ഞ ദിവസം ഡ്രോപ്പ് ആയിട്ടുള്ളത് 5.5% ആണ്. ഓവറോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഇപ്പോൾ 16% ഡൗ ജോൺസ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ S&P 500 നോക്കുകയാണെങ്കിൽ അത് 5.97% ആണ് ഡൗൺ ആയത്. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 17% ഇപ്പോൾ താഴത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി നാസ്ഡാക്ക് കോമ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും 5.82% ഇന്നലെ ക്രാഷായി. അപ്പോൾ മൊത്തത്തിൽ നാസ്ഡാക്കിൻ്റെ ഹൈയിൽ നിന്നുള്ള ക്രാഷ് എന്ന് പറയുന്നത് 22% ആണ്. ഇത് തീർച്ചയായിട്ടും നാസ്ഡാക്ക് കോമ്പോസിറ്റ് അതിൻ്റെ ബെയറിഷ് ട്രെൻഡിലേക്ക് പോയി എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ തെളിവുകൾ. കാരണം 20% കൂടുതലുള്ള റീസെൻറ്റ് ഹൈയിൽ നിന്നുള്ള ഡ്രോപ്പ് പൊതുവെ മാർക്കറ്റ് ബിയറിഷായി എന്ന് കണക്കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും റേറ്റ് കട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപിനോട് US ഫെഡറൽ റിസർവ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ജെറോം പവൽ പറഞ്ഞിട്ടുള്ളത് ഹയർ ഇൻഫ്ലേഷനും അതുപോലെ ലോവർ ഗ്രോത്തുമായിരിക്കും ഇനി അമേരിക്കൻ എക്കണോമിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. കൂടാതെ ഗ്ലോബൽ ബ്രോക്കറേജ് റിസർച്ച് ഫേമുകളൊക്കെ അവരുടെ റിസഷൻ്റെ സാധ്യത അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 20% സാധ്യത പറഞ്ഞു, പിന്നെ 30% പറഞ്ഞു, ഇപ്പോൾ 50% കൂടുതലുള്ള 60% വരെ സാധ്യതകൾ പല ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകളും പറയുകയാണ്. അപ്പോൾ ഇനി റിസഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിലവിൽ ഗ്ലോബലായിട്ട് മാർക്കറ്റിനെ വലിയ തോതിൽ ഇത് ഒരു അനിശ്ചിതത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ പ്രഡിക്ഷൻ അത് പഴയ രീതിയിലുള്ള ഒരു പ്രഡിക്ഷനിലേക്ക് ഇപ്പോൾ പല ബ്രോക്കറേജ് ഫേമുകളും പോകുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഒടുവിൽ MK ഗ്ലോബൽ എന്ന് പറയുന്ന ബ്രോക്കറേജ് ഫേം പറഞ്ഞിട്ടുള്ളത് ആ നിഫ്റ്റിയുടെ ആ ഒരു നിലവിലുള്ള അവസ്ഥയിൽ നിന്നും 21,500 പോകുമെന്നാണ് അവർ പറയുന്നത്. അത് അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്നും അവർ പറയുന്നുണ്ട്. അതിനായിട്ട് അവർ പറയുന്ന ഒരു കാരണം ഈ റെസിപ്രോക്കൽ താരിഫ് കാരണം നമ്മുടെ നിഫ്റ്റിയുടെ ഏണിങ്സ്, മൊത്തത്തിലുള്ള നിഫ്റ്റി 50 കമ്പനികളുടെ ഏണിങ്സ് ഏകദേശം 3% ഡ്രോപ്പ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു ഡ്രോപ്പായിരിക്കും നിഫ്റ്റിയിൽ ഉണ്ടാവുക എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ MK ഗ്ലോബൽ ഓൾറെഡി അവർ നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ് പറഞ്ഞിരുന്നത് 26,000 എന്ന ലെവലാണ്. അത് ഡിസംബറിൽ അച്ചീവ് ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 26,000 ലെവൽ നിഫ്റ്റി തിരിച്ച് കയറിയേക്കാം. പക്ഷെ അത് 2025 ഡിസംബറോട് കൂടി സംഭവിക്കില്ല. അത് ഒരുപക്ഷെ 2026 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 2026 മാർച്ച് കഴിഞ്ഞിട്ട് അത്തരമൊരു സാധ്യത
കാണുന്നുള്ളൂ എന്നാണ് ഈ ഒരു ബ്രോക്കറേജ് ഫേം പറയുന്നത്. അതുകൂടാതെ ഈ റെസിപ്രോക്കൽ താരിഫിൻ്റെ മേജറായിട്ടുള്ള ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന സെക്ടറുകൾ അവർ പറയുന്നത് മെറ്റൽസും ടെക്നോളജി സെഗ്മെൻറ്റും അതുപോലെ ഓട്ടോ കെമിക്കൽ സെഗ്മെൻ്റൊക്കെ വലിയ പ്രഷറിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം കമ്മോഡിറ്റി പ്രൈസുകളിലായിരിക്കും മേജർ ഇമ്പാക്റ്റ് ഒരു റിസഷൻ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വലിയ തോതിലുള്ള ഡ്രോപ്പ് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ അവർ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നുണ്ട്. അതുപോലെ GDP ഗ്രോത്തിലും നേരിയ തോതിലുള്ള എഫക്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം കൂടുതൽ കാപ്പക്സ് ഇറക്കിക്കൊണ്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി സർക്കാരുകൾ ശ്രമിക്കില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു റിസഷൻ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയായിരിക്കും ഗവൺമെൻറ്റുകൾ ശ്രമിക്കുക. അതുകൊണ്ട് കയ്യിലുള്ള പണം ഇങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള കാപ്പക്സ് അലോക്കേഷനിൽ വേണ്ടി ഇപ്പോൾ ചെലവഴിക്കില്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ നിഫ്റ്റിയുടെ ടാർഗറ്റ് നീട്ടിക്കൊണ്ട് അത് 26,000 എന്നുള്ളത് ഈ വർഷം അച്ചീവ് ചെയ്യുകയില്ല, അത് അടുത്ത വർഷം മാത്രമേ അച്ചീവ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ക്രാഷ് ഗിഫ്റ്റ് നിഫ്റ്റിയെയും ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പ്രധാനപ്പെട്ട സൂചികയാണ്. രാവിലെ എങ്ങനെയായിരിക്കും നിഫ്റ്റി ഓപ്പൺ ചെയ്യുക എന്നതിൻ്റെ കൃത്യമായ സൂചന നൽകുന്ന ഈ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 615 പോയിന്റ് താഴത്തേക്ക് വന്നതായിട്ട് കാണാം. അതായത് -2.75% ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച മറ്റ് പോസിറ്റീവ് ന്യൂസുകളൊന്നുമില്ലെങ്കിൽ ഈ 600 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലായിരിക്കും നിഫ്റ്റി ഓപ്പൺ ചെയ്യുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പ്രോ ആക്റ്റീവായിട്ട് ഇടപെടുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തകർച്ചയെ ഒരു പരിധിവരെ രക്ഷിക്കാൻ ഈ ന്യൂസിനെ കൊണ്ട് സാധിക്കും. കാരണം നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില താഴോട്ടേക്ക് വരികയാണ്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില താഴോട്ടേക്ക് വരുന്നത് നിലവിലുള്ള റെസിപ്രോക്കൽ താരിഫ് അമേരിക്കൻ നയങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താഴോട്ടേക്ക് വരുന്നത്. കാരണം എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ തമ്മിലുള്ള പ്രൈസ് വാറിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് സൗദിയുടെ നേതൃത്വത്തിൽ അമിതോൽപാദനത്തിലൂടെ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റ്, അതുപോലെ യൂറോപ്യൻ ഓയിൽ ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ കാണുന്ന ബ്രണ്ട് ക്രൂഡ് അത് 7% താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ US-ൻ്റെ ബെഞ്ച് മാർക്കായിട്ടുള്ള WTI ക്രൂഡ് അതും 7% താഴത്തേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ 7% ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴത്തേക്ക് വരിക എന്നുള്ളത് ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ള വലിയൊരു ക്രാഷാണ്. നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് തീരുമാനിക്കുന്നതിൽ വലിയ പങ്കാണ് ഈ ക്രൂഡ് ഓയിൽ വഹിക്കുന്നത്. നിലവിൽ വില കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂവൽ പ്രൈസ് കുറക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ ഒരു പുതുജീവൻ നൽകാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും. ഫ്യൂവൽ പ്രൈസ് ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 5 രൂപയോ കുറച്ചാൽ അത് മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഈ ഫ്യൂവൽ പ്രൈസ് കുറയുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിത ചെലവ് തീർച്ചയായിട്ടും താഴോട്ടേക്ക് വരും. അത് അവർക്ക് കൂടുതൽ ലിക്വിഡിറ്റി അവരുടെ കയ്യിൽ വരികയും അത് മറ്റ് മേഖലകളിൽ സ്പെൻഡ് ചെയ്യാൻ, കൺസംഷൻ കൂട്ടാൻ വേണ്ടി അത് സഹായിക്കും. കൂടാതെ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ലോജിസ്റ്റിക് കോസ്റ്റ് കാര്യമായിട്ട് കുറയും. കൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുന്നത് കൊണ്ട് തന്നെ മാനുഫാക്ചറിങ് കോസ്റ്റും കുറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഏർണിങ്സ് വർദ്ധിക്കും. മൊത്തത്തിൽ നമ്മുടെ എക്കണോമിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു ഫ്യൂൽ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ സാധിക്കും. അത് ഗവൺമെൻറ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് RBIയുടെ MPC മീറ്റിംഗ് ആണ്. ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ April 7 MPCയുടെ ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ April 9 അവരുടെ പബ്ലിക്കായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരിക. തീർച്ചയായിട്ടും അവിടെ ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത പ്രത്യേകിച്ച് പുതിയ RBI ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്ര ചെയ്യുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ എതിരഭിപ്രായങ്ങളും ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇക്ര പോലെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു 25 ബേസിക് പോയിന്റ് റേറ്റ് കട്ട് ഉണ്ടാവുമെന്നാണ്. എന്നാൽ അസോച്ചാം പോലെയുള്ള ഏജൻസികൾ പറയുന്നത് നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള അപ്രോച്ച് ആയിരിക്കും RBI സ്വീകരിക്കുക. കാരണം RBI ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സിൻ്റെ ഫലം കണ്ടു തുടങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത ഒരു റേറ്റ് കട്ട് RBI ആലോചിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ സിഗ്നേച്ചർ ഗ്ലോബൽ പോലെയുള്ള ഏജൻസികൾ പറയുന്നത് നിലവിലുള്ള ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആയതുകൊണ്ടും അതുപോലെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വർദ്ധിച്ചതുകൊണ്ടും തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് RBI ആലോചിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തു തന്നെയായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ആ റേറ്റ് കട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലും അതുപോലെ മറ്റ്
കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതില്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമ്മളൊരു ക്രാഷ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ മറ്റു മേജർ ഇവൻറ്റുകൾ വരാൻ പോകുന്നത് അടുത്ത ആഴ്ച പ്രധാനമായിട്ടുള്ളത് നമ്മുടെ Q4 റിസൾട്ടുകളുടെ സീസൺ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏപ്രിൽ 10 TCSൻ്റെ റിസൾട്ട് വരികയാണ്. കാരണം നമുക്കറിയാം ഈ IT കമ്പനികളിൽ ഏറ്റവും ആദ്യം റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുള്ളത് TCS ആണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ റിസൾട്ടുകൾ നല്ലതായിട്ട് വന്നേക്കാം. എന്നാൽ അതിനോടനുബന്ധിച്ച് അവർ പറയാൻ പോകുന്ന കമൻട്രി അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസ്, പ്രത്യേകിച്ച് ഈ റെസിപ്രോക്കൽ താരിഫും അമേരിക്കൻ റിസഷനും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം അവരുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഗൈഡൻസ് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അതായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല കമ്പനികളുടെയും റിസൾട്ടുകളിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട ഘടകവും അതുതന്നെയായിരിക്കും. ഏതായാലും നല്ലൊരു ആഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.